ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് എല്ലീസിൻ്റെ ഒരു പുതിയ ന്യൂ ടൈപ്പ് ലീഫ് മോഡൽ സ്വിച്ചുകളും അതേപോലെ പ്ലേറ്റുമാണ്. അപ്പോൾ ലീഫ് മോഡൽ ആയതുകൊണ്ടാണ് ഈ പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ വുഡ് ടൈപ്പാണ് നമ്മൾ പ്ലേറ്റുകൾ എടുത്തേക്കുന്നത്. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ഹൈ ലുക്കാണ് ഇത്. സത്യം പറഞ്ഞാൽ ഇത് കാണാൻ തന്നെ. അപ്പം കമ്പനി ഇതിൻ്റെ 10 വർഷം വാറൻറ്റിയും കാര്യങ്ങളെല്ലാം തരുന്നുണ്ട്. അതായത് പ്ലേറ്റുകൾക്കായാലും സ്വിച്ചുകൾക്കായാലും എന്തെങ്കിലും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ വീണ് കഴിഞ്ഞാൽ നമുക്ക് കമ്പനി 10 വർഷം വാറൻറ്റി തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് തരുന്നുണ്ട്. ഒരു സിമ്പിളി ലുക്കായിട്ടുള്ള ഒരു മോഡലാണ് ഇപ്പോൾ എല്ലീസ് ഇപ്പോൾ ഇറക്കിയേക്കുന്നത്. അതുപോലെ തന്നെ സ്വിച്ചിൻ്റെ കാര്യങ്ങൾ തന്നെ പ്രത്യേകം പറയേണ്ടത് തന്നെയാണ്. ഒരു നൂലിൻ്റെ കനം പോലെ ഇരിക്കുന്ന ടൈപ്പ് സ്വിച്ചുകളാണ് ഇരിക്കുന്നത്. അതായത് ഒരു മെറ്റൽ ഒരു SS-ൻ്റെ ഒരു മോഡൽ ടൈപ്പാണ് വരുന്നത്. ആ മെറ്റൽ അത് ഇളകി പോവുകയോ അല്ലെങ്കിൽ ചുരണ്ടി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാറൻറ്റി ഉള്ളതാണ്, നമുക്ക് മാറിയൊക്കെ കിട്ടും. പക്ഷേ കമ്പനി അവകാശപ്പെടുന്നത് ഇതൊന്നും പോകില്ല എന്നുള്ളത് തന്നെയാണ് കമ്പനി പറയുന്നത്. അതുപോലെ നമ്മൾ ഗ്രേ കളറാണ് നമ്മൾ എടുത്തേക്കുന്നത്. ബോഡി അതിൻ്റെ ഗ്രേ കളറാണ് വരുന്നത്. സോക്കറ്റും സ്വിച്ചുകളെല്ലാം ഗ്രേ ആണ് വരുന്നത്. അതുപോലെ തന്നെ എല്ലീസിൻ്റെ എംബ്ലവും നമ്മൾ ഈ ബോർഡിൻ്റെ ഈ പ്ലേറ്റിൽ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എഡ്ജ് കവറുകളെല്ലാം നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ രീതിയിലാണ് വരുന്നത്. കണ്ടില്ലേ, അതിൻ്റെ പ്ലേറ്റ് തന്നെ ഒരു പ്രൊജക്ഷൻ രീതിയിലാണ് വാളിൽ നിന്നുള്ള രീതി വരുന്നത്. അതുപോലെ നല്ല കർവുകളാണ്, നല്ല ഒടിഞ്ഞ് വരുന്ന രീതിയിലുള്ള കയ്യോ ഒന്നും മുട്ടത്ത രീതിയിൽ, അതായത് നമ്മൾ എഡ്ജ് കൊണ്ട് നമുക്കൊരു പ്രശ്നമൊന്നും വരാത്ത രീതിയിൽ തന്നെയാണ് അതിൻ്റെ കർവും കാര്യങ്ങളെല്ലാം അതിന് വന്നേക്കുന്നത്. നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഒരു ഒഴുക്കം മട്ടിലാണ് ഇതിൻ്റെ പ്ലേറ്റും കാര്യങ്ങളും അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. നല്ലൊരു ടൈപ്പ് തന്നെയാണ് അവർ എല്ലീസ് ഇപ്പോൾ ഇറക്കിയേക്കുന്നത്. ഒരു സ്വിച്ചിൻ്റെ MRP എന്ന് പറയുന്നത് 40 രൂപയാണ് വരുന്നത്. നോർമലി 35 തൊട്ട് വരുന്നത് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇത് ഇച്ചിരി മോഡേൺ ആയിട്ട് വരുന്നതായതുകൊണ്ട് നമ്മൾ ഒരു 40 രൂപ റേഞ്ചാണ് ഇതിൻ്റെ 1 വേ സ്വിച്ചുകൾക്ക് നമുക്ക് ഇതിന് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതുമല്ല ഇതിൻ്റെ സ്ക്വയർ ടൈപ്പ് സ്വിച്ചുകളുടെ അതിൽ തന്നെ സ്ക്വയർ ടൈപ്പ് അതിൻ്റെ ആ മെറ്റൽ കോട്ടിങ് തന്നെ അവർ ബീഡിങ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ആ ബീഡിങ്ങൊക്കെ നല്ല രസമാണ്. ആ ബീഡിങ്ങിൻ്റെ അകത്ത് ഈ സിമ്പിളായിട്ടുള്ള സ്വിച്ചുകൾ ഇരിക്കുന്നത് തന്നെ പ്രത്യേക ഒരു ഇതുമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ പ്ലേറ്റുകളും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു നല്ല ഫിനിഷിംഗ് വർക്ക് രീതിയിലാണ് അതിൻ്റെ ഇതും വരുന്നത്. ഇതിൻ്റെ ഗ്ലാസും ഇതിൻ്റെ കൂടെ തന്നെ ഇതേ മോഡലിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്.